ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സാധാരണയായി നമ്മൾ കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് ഡിഡക്റ്റബിളും കോപേയ്മെൻറ്റും. ഇവ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾക്ക് 25,000 രൂപ ഡിഡക്റ്റബിൾ ഉള്ള ഒരു പോളിസിയാണുള്ളത്. 50,000 രൂപയാണ് നിങ്ങളുടെ ചികിത്സാ ചെലവെങ്കിൽ ആദ്യത്തെ 25,000 രൂപ നിങ്ങൾ സ്വന്തമായി അടക്കണം. അതിനുശേഷമുള്ള 25,000 രൂപ ഇൻഷുറൻസ് കമ്പനി വഹിക്കും. ഒരു പോളിസി കാലയളവിൽ ഒരു തവണയോ അല്ലെങ്കിൽ ഓരോ ക്ലെയിമിനും ഇത് ബാധകമാണ്. അടുത്തത് കോപേയ്മെൻറ്റ്. ഇത് ചികിത്സാ ചെലവിൻ്റെ നിശ്ചിത ശതമാനം തുക നമ്മളും അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾക്ക് 10% കോപേയ്മെൻ്റ് ഉള്ള ഇൻഷുറൻസ് പോളിസിയാണ് ഉള്ളതെങ്കിൽ 50,000 രൂപ ചികിത്സാ ചെലവ് വന്നു കഴിഞ്ഞാൽ 5,000 രൂപ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടതായിട്ട് വരും. ബാക്കി 45,000 രൂപയായിരിക്കും ഇൻഷുറൻസ് കമ്പനി വഹിക്കുന്നത്. എന്തുകൊണ്ട് ഇവ രണ്ടും കോപേയ്മെൻറ്റും ഡിഡക്റ്റബിളും ഉള്ള പോളിസികൾക്ക് സാധാരണയായി പ്രീമിയം കുറവായിരിക്കും. ചെറിയ ക്ലെയിമുകൾ കുറയ്ക്കാനും ഇൻഷുറൻസ് ദുരുപയോഗം തടയാനും ഇത് കമ്പനികളെ സഹായിക്കും. നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുമ്പോൾ ഡിഡക്റ്റബിളിനെ കുറിച്ചും കോപേയ്മെൻറ്റിനെ കുറിച്ചും നന്നായി മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് പോളിസി തിരഞ്ഞെടുക്കാൻ സഹായിക്കും. എന്താണ് നിങ്ങൾക്ക് നല്ലത്? ഡിഡക്റ്റബിൾ ഉള്ള പോളിസികൾ പ്രീമിയം ലാഭിക്കാൻ സഹായിക്കും. പതിവായി ചികിത്സകൾ ആവശ്യമുള്ളവർക്ക് കോപേയ്മെൻറ്റ് ഉള്ളതോ ഇല്ലാത്തതോ ആയ പോളിസികൾ തിരഞ്ഞെടുക്കാം. ഇതുപോലുള്ള കൂടുതൽ ഇൻഷുറൻസ് വിവരങ്ങൾക്കായി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.